ഫറൂഖ്, ഈ സത്യവും തെറ്റും കൂടുതൽ ശരിയും ഒക്കെ കണ്ടുപിടിക്കാനാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിനാണ് ഈ ഭരണ പ്രതിപക്ഷം എന്നതും എതിർ പാർട്ടി എന്നതുമൊക്കെ. അതിൻ്റെ മുഴുവൻ അന്തസത്തയെയും ഇല്ലാതാക്കി ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ആ കൊലക്കത്തി ഒരു അഭിമാന ചിഹ്നമായി വേട്ടക്കാരൻ്റെ ബോധത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് ആ കത്തിയുടെ കൊലവിളികൾ ഇറങ്ങുന്നത്. കോൺഗ്രസ്സിന് എന്താണ് പറയാനുള്ളത്? 45 വർഷം കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചൊരു മനുഷ്യനാണത്. ഓക്കെ ഫറൂഖ്. ഞാനതൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇവിടെ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് കൂടുതൽ അറിയില്ല. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞ വാക്കുകൾ താങ്കൾ കേട്ടില്ലേ? ഞാൻ കുറച്ചേ കേട്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് അജിംസ് പറഞ്ഞ് കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ ഹലോ കേൾക്കാം ഫറൂഖ്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം. കേൾക്കാം ഫറൂഖ്, പറഞ്ഞോളൂ. കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇന്ന് 2 സംഭവങ്ങൾ. ഒന്ന്, നെഹ്റു യുവകേന്ദ്ര. ആ നെഹ്റു യുവകേന്ദ്രയിൽ നിന്നും നെഹ്റുവിനെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. അത് ചെയ്തത് സംഘപരിവാറാണ്, RSS ആണ്. അതോടൊപ്പം തന്നെ മലപ്പട്ടണം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത്, ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നു. ആ ഗാന്ധി പ്രതിമ തകർത്തു. അത് സംഘപരിവാറല്ല, സഖാവാണ്. അതുകൂടി ഇവിടെ ചർച്ചയ്ക്ക് വരണം. എന്താണ് ഇവിടെ വിഷയങ്ങൾ? ഈ വിഷയം കൂടി ചർച്ച ചെയ്യണം. അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഗ്രാമം. എന്ത് പാർട്ടി ഗ്രാമമാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് പാർട്ടി ഗ്രാമം? ഇങ്ങനെ പാർട്ടി ഗ്രാമം അനുവദിച്ചു കൊടുക്കാൻ പറ്റും ജനാധിപത്യ രാജ്യത്ത്? പാർട്ടിക്കാര് ആ ഗ്രാമത്തിൽ കൂടുതലുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പാർട്ടി ഗ്രാമം. അത് പറഞ്ഞ മാധ്യമങ്ങളോട് ചോദിക്കണം. ഇനി നിങ്ങൾക്ക് അത് ഇവിടെ കെ രാഗേഷ് പറഞ്ഞൊരു വാക്ക് ഞാൻ താങ്കളോട് ഉദ്ധരിക്കുന്നു. കെ രാഗേഷ് പറഞ്ഞൊരു വാക്ക് ഞാൻ താങ്കളോട് ഉദ്ധരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഇനി നിങ്ങൾക്ക് പ്രവർത്തകരെ ഉണ്ടാക്കി തരേണ്ടത് പോലും ഞങ്ങളുടെ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാകില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറയുന്നത് ദയവ് കേൾക്ക്. കേൾക്കുന്നല്ലോ, അതുകൊണ്ടാണല്ലോ പ്രതികരിച്ചത്. ഞാനൊരു പാനലിസ്റ്റ് ആണ്. ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത്ര അസഹിഷ്ണുത അസഹിഷ്ണുതയില്ല. ഞാൻ ചോദിക്കുന്നത് ഫറൂഖ്, നമുക്ക് ഈ വിഷയത്തിലേക്ക് സ്പെസിഫിക് ആകാം. കാരണം ശരിയാണ്, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു സംഘർഷം അല്ല. ഞാൻ പറയട്ടെ, താങ്കൾക്ക് വിശദീകരിക്കാനുള്ള സ്പേസ് തരികയാണ്. താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ഞാൻ ആഡ് ചെയ്യുകയാണ്. ശ്രീ ഫറൂഖ്, നിങ്ങൾ തമ്മിൽ CPIM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു രാഷ്ട്രീയ തർക്കമുണ്ടാകുന്നു. അതവിടെ നിൽക്കട്ടെ. അതിന്റെ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. അതല്ല വിഷയം. അതല്ല ഇവിടെ എടുത്ത വിഷയം. ഇവിടെ എടുത്തത് മനുഷ്യപക്ഷമായ ഒരു വിഷയമാണ്. അത് ധീരജിനെ കൊന്നിട്ട് ആ കൊലക്കത്തിയുമായി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ അച്ഛന്റെയും ആ കുടുംബത്തിന്റെയും നെഞ്ചു നൊന്ത ആ രാഷ്ട്രീയ വിഷയമാണ് സാമൂഹികമായി എടുക്കുന്നത്. സംസാരിക്കാനാണ് താങ്കൾക്കാണ് സ്പേസ്. ദയവിതിട്ട് ഞാൻ കൈരളിയിൽ ഇടയ്ക്കൊക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ വസീഫിന് വയനാടും ഡൽഹിയും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ? ഉണ്ടായോ? ഞാൻ പറയുന്നത് തുടക്കം. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെയും ചെയ്യാം. പറയൂ, സമയം കൊല്ലാതെ പറയൂ. ഇതൊരു ചർച്ചയല്ലേ? അതെ, ഓക്കെ, അതന്നെ ഞാൻ തുടങ്ങി വെച്ചത്. ഇവിടെ ആരാണ് സംഘർഷത്തിന് തുടക്കം? ആരാണിത് ഉണ്ടാക്കിയത്? ഇവിടെ ഗാന്ധിയുടെ പ്രതിമ. ആരാ ഗാന്ധിജി? നിങ്ങളുടെ AKG സെന്ററിൽ ഗാന്ധിയെ കാണില്ല, ഫോട്ടോ കാണില്ല. നിങ്ങൾക്ക് ഗാന്ധിയെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഗാന്ധി എന്ന് പറയുന്നത് രാഷ്ട്രപിതാവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ധീര മനുഷ്യനാണ്. ലോകം ആകെ ആദരിക്കുന്ന മനുഷ്യനാണ്. ഒക്ടോബർ 2 എന്ന് പറയുന്നത് ലോകം ഗാന്ധി ജയന്തി അഹിംസാ ദിനമായി കാണുന്ന ഒരു പ്രതിമ, അതുപോലെ പാടില്ലെന്ന് പറയാൻ ഇന്ത്യൻ ഭരണഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണോ? മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഞങ്ങളവിടെ ഗാന്ധിജിയുടെ പ്രസക്തി ഈ നാടിന്റെ പ്രസക്തി കോൺഗ്രസ് ഒടുവിൽ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ ഗാന്ധിജിയെ ഒക്കെ ചരിത്ര വിദ്യാർത്ഥികളായി നമുക്കറിയാം, പഠിക്കാം നമുക്ക് വീണ്ടും. പക്ഷെ ഗാന്ധിജിയെ കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ ധീരജ് എന്ന വ്യക്തിയുടെ
ഞാൻ അച്ഛനേറ്റ പറയാം. ആഘാതം, തീർച്ചയായിട്ടും അതിനുള്ള മുദ്രാവാക്യം വിളിച്ചത് ശരിയോ ഞാനൊരു തെറ്റോ? കാര്യം പറയട്ടെ എന്താണ് കോൺഗ്രസിന് അജിംസേ, പറയാനുള്ളത് ആ അച്ഛനോട്? ധീരജിന്റെ അച്ഛന്റെ വേദന കാണുന്നു. അതുപോലെ തന്നെ ടി ചന്ദ്രശേഖരന്റെ അമ്മ, ടി ചന്ദ്രശേഖരന്റെ ഭാര്യ, ഷുക്കൂറിന്റെ ഉമ്മ, അതുപോലെ തന്നെ ഷുഹൈബിന്റെ വാപ്പയും ഉമ്മയും, കൃപേഷ്, ശരത്ലാല് അച്ഛനും അമ്മയും സങ്കടങ്ങളുണ്ട്. അത് അരുതെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കൊലപാതകത്തെ, അക്രമത്തെ അങ്ങനെ അരുതെന്ന് പറയാനാണെങ്കിൽ ഈ പറയുന്നു. ഒരു ഞാനത് മണിക്കൂർ പറയാം. ഈ ഒരു ഞാനൊരു മണിക്കൂർ കാര്യം പോരാ. പറയുന്നു. തിരിച്ച് അവർക്ക് പറയാനാണെങ്കിൽ മിഥിലാജ് വാഗ്ദം തുടങ്ങി. ഇതിനകത്ത് ഈ നിങ്ങളുടെ തന്നെ വ്യക്തികളെ കൊന്നിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ പ്രതിയായിട്ടുള്ളത് തൃശ്ശൂരിലെ വാരിക്കൽ ഗ്രൂപ്പ് രാമകൃഷ്ണൻ പോര്, ആദ്യത്തെ രാഷ്ട്രീയ തൃശ്ശൂരിലെ കൊലപാതകത്തിൽ നാലാം പ്രതി തൃശ്ശൂരിലെ തൃശ്ശൂരിലെ ഗ്രൂപ്പ് പോര്, തൃശ്ശൂരിലെ ഗ്രൂപ്പ് പോരിൽ ലാൽജി അടക്കമുള്ളവരെ കൊന്ന 2 കൊലപാതകങ്ങൾ തൃശ്ശൂരിലെ ഗ്രൂപ്പ് പോര് രാഷ്ട്രീയ കൊലപാതകം കൊന്നത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൊലയുടെ കണക്കുകൾ പറയാതെ അങ്ങനെ ആദ്യത്തെ രാഷ്ട്രീയ വേട്ടക്കാരന്റെ മനസ്സ് കൊലപാതകം കളയൂ. നടത്തിയത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്താം. ധീരജിന്റെ കുടുംബത്തോട് കോൺഗ്രസിന് പറയാനുള്ളതെന്ത്? ആ മുദ്രാവാക്യം വിളിച്ച കോൺഗ്രസിന് പറയാനുള്ളതെന്ത്? ഒന്ന് പറയൂ, ആ അച്ഛൻ കേൾക്കട്ടെ, ഒന്ന് വളരെ കേൾക്കട്ടെ. വ്യക്തമായിട്ട് പറയാണ്, ആ അച്ഛൻ ഒരു കോൺഗ്രസിന്റെ അനുഭാവിയാണ് എന്നുള്ളത് കൂടി പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, അച്ഛന് നീതി ലഭിക്കണം. ആ നീതി യഥാർത്ഥ അന്വേഷണമല്ല ഇടതുപക്ഷത്തിന്റെ സർക്കാർ നടത്തുന്നത്. നിങ്ങൾക്ക് ഒരു തരത്തിലും യഥാർത്ഥമായ നിഷ്പക്ഷമായ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല. ആ നീതി ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പൊ ആ കൊലക്കത്തെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളത് മുദ്രാവാക്യം വിളിച്ചത് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ. ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വസീഫിനോട് കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്കറിയോ അരിൻ ഷുക്കൂറിനെ കൊല്ലുന്നത് 2 ദിവസം മുന്നേ ഒരു റീത്ത് സമർപ്പിച്ച ഫോട്ടോ നിങ്ങൾ പ്രചരിപ്പിച്ചു. നിങ്ങൾക്കറിയോ ഷുഹൈബിനെ കൊല്ലുന്ന ഫെബ്രുവരി മാസം 12-ാം തീയതി തൊട്ടു മുമ്പ് അല്പം മുമ്പ് ഗാന്ധിജിയെ കുറിച്ചാണ് ഫറൂഖ് പറഞ്ഞത്. അല്പം മുമ്പ് ഗാന്ധിജിയെ കുറിച്ചാണ് ഫറൂഖ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് സ്പെസിഫിക് ആയിട്ടാണ്. ഒരു കൊലപാതകത്തിന് വേറൊരു കൊലപാതക ഉത്തരം പറയുന്ന വേട്ടക്കാരന്റെ മനോഗതിയല്ല ഞാൻ ചോദിച്ചത്. ധീരജ് എന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ, ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നിട്ട് നിങ്ങൾ എനിക്കൊരു സമയം തരൂ. നിങ്ങൾ എനിക്കൊരു ചെറിയ സമയം തരൂ. ഞാൻ തന്നെ അതിലേക്ക് ഫറൂഖ്, ഞാൻ താങ്കൾക്കാണ് ഇത്രയും നേരം സമയം തന്നത്. താങ്കൾ പറഞ്ഞില്ല ആ മുദ്രാവാക്യം വിളിച്ച സംസാരിക്കല്ലേ. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഇവിടെ മുദ്രാവാക്യങ്ങളാണെങ്കിൽ കൃപേഷിനെ, ശരത്ലാലിനെ കൊന്ന മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി അവരെ കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ ആരാണ്? എന്താണ് മറുപടി? അതുകൂടി കേൾക്കട്ടെ, ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിച്ചത് രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല. ഞാൻ ചോദിച്ചത് ധീരജ് നിങ്ങൾ അവിടെ മാത്രം നിൽക്കല്ലേ, ഞാൻ പറഞ്ഞ അവിടാണല്ലോ നിൽക്കേണ്ടത്. ഇപ്പോൾ ആ പിതാവും ആ കുടുംബത്തിന്റെയും വിഷമത്തോട് നിങ്ങൾക്ക് കോൺഗ്രസിൽ എന്തെങ്കിലും പറയാനുണ്ടോ? രാഷ്ട്രീയത്തെയും ഒരിക്കലും തന്നെ പിന്തുണക്കുന്നവർ ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതുപോലെ പറയട്ടെ. ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതിയിൽപ്പെട്ട ഷാഫിയുടെ നിക്കാഹ് കാർമ്മികത്വം ചെയ്തു കൊടുത്തത് ഇന്നത്തെ കേരള നിയമസഭ. ഏത് കൊലപാതകത്തെയും ചന്ദ്രശേഖരൻ അടക്കം ഏത് കൊലപാതകത്തെയും അവരുടെ പാർട്ടി പരസ്യമായി അപലപിച്ചിട്ടുണ്ട്. നിയമ നടപടികളോട് അവർ സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ ഡീൻ കുര്യാക്കോസ് പരസ്യമായി ആ പ്രതികളെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ ബാധ്യതയാണെന്ന് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ജനപ്രതിനിധികൾ ഡീനിനെ കുത്തിക്കൊന്ന കത്തി തങ്ങളുടെ വക്കലുണ്ട്, അത് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ്. വേട്ടക്കാരന്റെ അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ പറഞ്ഞത് തങ്ങളുടെ കുട്ടികളാണ് കൊന്നതെന്ന്. ഈ കോൺഗ്രസ്സുകാരനായ കുടുംബത്തിന്റെ നെഞ്ചത്ത് കത്തി ഇറക്കിയിട്ട് തങ്ങളുടെ കുട്ടികളാണെന്ന് പറയാൻ ധൈര്യവും ആർജവും കാണിക്കുന്നു. എന്തൊരു വിരോധാഭാസം. എന്നിട്ട് ഗാന്ധിജിയെ പറയുന്നു, ഗാന്ധിജിസത്തെ കുറിച്ച് പറയുന്നു. ഫറൂഖ്, ഞങ്ങൾ വ്യക്തമായി പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിനൊന്നും ആ മുദ്രാവാക്യത്തെ തള്ളി പറയൂ. രാഹുൽ മാങ്കൂട്ടം അടക്കം വിളിച്ച മുദ്രാവാക്യത്തെ തള്ളി പറയൂ. ആ മുദ്രാവാക്യം ശരിയാണോ? ഷാർപ്പായ എന്റെ ചോദ്യം. ഒറ്റ വാക്ക് ഫറൂഖ് പറയുന്ന രാഷ്ട്രീയം മുഴുവൻ. തിരിച്ചൊരു ചോദ്യം. മൂട്ടായാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കൊല്ലാൻ ഞങ്ങൾക്ക് വടിവാളും ബോംബും വേണ്ടെന്ന് പറഞ്ഞത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. അതും കൂടി എവിടെ പറഞ്ഞു? ഞങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോട് പ്രതികരിക്കേണ്ട. ഞാൻ ആ വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടതാണ്. KK രാഗേഷിന്റെ. അത് വിടൂ.
അത് വിടൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകരുത്. അതെ, ഞാൻ എന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ആ ഒറ്റ സമയത്ത് ചോദ്യം, ചെയ്യാൻ വെച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന ഒറ്റ വെച്ചിട്ടുണ്ടോ? ചോദ്യം ശ്രീ ഫറൂഖ്, ഒറ്റ ചോദ്യം. പിന്നെ ആ അത് യൂത്ത് മുദ്രാവാക്യം കോൺഗ്രസിന്റെ രാഹുൽ ബ്ലോക്ക് മാങ്കൂട്ടം പ്രസിഡന്റ് അടക്കം വിളിച്ച ആ മുദ്രാവാക്യത്തെ നിങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് തള്ളി പറയുമോ? തള്ളി പറയുമോ? ഒറ്റ ചോദ്യം, ഒറ്റ ചോദ്യം. നീരജ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇനി very good. അതിന്റെ പേരിൽ പോലീസ്, ഞാൻ ചോദിക്കട്ടെ, അപ്പോ ആ കത്തി ആരാണ്? അറബിക്കടലിൽ എറിയാത്ത കത്തി ആരുടെ വെക്കലാണ്? ഒരു വ്യക്തിയെ അറബിക്കടലിൽ കേൾക്കൂ, മുദ്രാവാക്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ എത്ര മുദ്രാവാക്യങ്ങളോട് പറഞ്ഞു. ഷുഹൈബിനെ കൊല്ലുന്ന 2 ദിവസം മുതൽ എന്ത് കൊടുത്ത മുദ്രാവാക്യം എങ്കിൽ തള്ളി പറയൂ. രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ളവർ വിളിച്ച ആ മുദ്രാവാക്യം കോൺഗ്രസിന്റേതല്ല, കോൺഗ്രസ് തന്നെ തള്ളി പറയുന്നത് പറയൂ. ഡീൻ കുര്യാക്കോസ് പറഞ്ഞതിനെ തള്ളി പറയൂ ഫറൂഖ്. ഞങ്ങളിപ്പോഴും പറഞ്ഞു, ഞങ്ങൾ നീരജിനെ, ഞങ്ങൾക്ക് കൊലപാതക രാഷ്ട്രീയം ഞങ്ങൾ അരുതെന്ന് പറയുന്ന പാർട്ടിയാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, നീരജിന്റെ, അതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ഒരു പുനരന്വേഷണം നടത്തുമോ? അതുകൊണ്ട് അച്ഛനോട്, എനിക്ക് അച്ഛനുണ്ടെങ്കിൽ പറയുന്നു, ഈ 8 മാസം നിങ്ങൾക്ക് നീതി ലഭിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് നീതി UDF ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. നിങ്ങൾ യഥാർത്ഥമായ പ്രതികളെ പിടിക്കുന്നില്ല, നിങ്ങൾക്ക് പോലും അതറിയാം, അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഒരു ഭരണത്തിൽ വരുന്ന ഒരു ലക്ഷണവും കോൺഗ്രസിന്റെ UDFന്റെ ഭാഗത്തുനിന്നില്ലെന്ന്. അപ്പോ അങ്ങനെ കൂടി അവരെ ദ്രോഹിക്കുകയാണ് വീണ്ടും. പട്ടിയാക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛനോട് പറയുന്നു, നീതി ലഭിക്കും, UDF ഗവൺമെന്റിന് നീതി ലഭിക്കും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ കരങ്ങളിൽ രക്തമില്ല. രക്തമുള്ള കരം വാലിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം, ആ മനുഷ്യനെ കൊന്ന രക്തക്കരയുന്നത് ആരാണെന്ന് കേരളം കണ്ടിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ.